ഈ TVK സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. ഈ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല വിധി ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി കൂടി അവർക്ക് തമിഴ്നാട്ടിൽ മുതലെടുക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് TVK സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ വാദം കേൾക്കുമ്പോൾ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നടപടിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്തിരുന്നു. കാരണം ഇതിൽ തീരുമാനം കരൂർ വിഷയം വരുന്നത് മധുര സിംഗിൾ ബെഞ്ചിന്റെ പരിധിയിലാണ്. പക്ഷേ ചെന്നൈ സിംഗിൾ ബെഞ്ചാണ് ഈ SIT രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ആ ഒരു അധികാര പരിധിയെ സംബന്ധിച്ച സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ SIT രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന് TVK കോടതിയെ ധരിപ്പിച്ചു. ഒപ്പം തന്നെ മരിച്ച ഇരകളുടെ കുടുംബങ്ങളും സുപ്രീം കോടതിയിൽ എത്തുകയും രൂക്ഷമായിട്ടുള്ള ആരോപണമാണ് DMK-ക്കെതിരെ ഉന്നയിച്ചത്. സെന്തിൽ ബാലാജിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ആംബുലൻസ് അടക്കം ഈ തിരക്കിലേക്ക് കയറി വന്നെന്നും പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ ലാത്തിച്ചാർജ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇരകളുടെ കുടുംബങ്ങളും കോടതിയെ അറിയിക്കുകയുണ്ടായി. പോസ്റ്റ്മോർട്ടം അർദ്ധരാത്രിയോടെ 30 പേരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയതും കോടതി ആശ്ചര്യത്തോടു കൂടി സർക്കാരിനോട് ചോദിക്കുകയുണ്ടായി. എന്തായാലും നിലവിലെ ഒരു സാഹചര്യങ്ങൾ വച്ചിട്ട് TVK ഒരു അനുകൂല വിധി ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് ഉള്ളത്.